എറണാകുളത്ത് വെച്ച് നടന്ന സംവാദ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോ മുസ്ലിംമാര് വായിക്കാൻ തുടങ്ങി. പച്ചയായി ശിർക്കാണെന്ന് എല്ലാരും അംഗീകരിക്കുന്ന ചില സംഭവങ്ങൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങൾ വീണ്ടും എന്നെ ഈ വിവാഹത്തിന് നിർബന്ധിച്ചാൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ പോയി അവിടെ ചെന്ന് ഇസ്തിഗാസ നടത്തും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പറഞ്ഞത് തെളിവായി ഉദ്ധരിച്ചു. എന്ത് പറയാൻ കഴിയുവർക്ക്? ദുർബല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളോടിത് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ദുർബലാണ്, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങളെ പരിഗണിക്കുന്നില്ല. ഇവർക്കത് പറഞ്ഞൊഴിയാൻ കഴിയില്ല. ചോദിച്ചു, ഇത് ഉദ്ധരിച്ച ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ തേട്ടം ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പറയാത്ത കാലത്തോളം ഇവർക്ക് ശിർക്കാന്ന് പറയാൻ കഴിയോ? കഴിയില്ല. ചോദിച്ചു രണ്ടാമത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ, അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, എന്ത്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്തുമായി നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ ചെല്ലണം, എന്നിട്ട് ഇതാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവിടെ വന്നിരിക്കുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണിത് എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ പറഞ്ഞാൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകിയാൽ എന്നെ അവിടെ മറവ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്നെ നിങ്ങൾ തിരിച്ച് ജന്നത്തുൽ ബഖീ കൊണ്ടുപോയി മറവ് ചെയ്യണം എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. ഇത് സുന്നികൾ കുറെ കാലമായി പറയുന്നതാണ്. കഴിഞ്ഞ നമ്മളെ സമ്മേളനത്തിന് മുമ്പ് വാണിമേലിൽ വെച്ച് നമ്മൾ പരിപാടി നടത്തി. അതിന് അലവി സഖാഫി മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ അദ്ദേഹം ഈ സംഭവം ഉദ്ധരിച്ചു. ഈ സംഭവം ഉദ്ധരിച്ചപ്പോ നമ്മൾ അതിനെ വിമർശിച്ചു. നമ്മൾ പറഞ്ഞു ഇത് മുൻകറായ സംഭവമാണ്, അത് ഉദ്ധരിച്ച പണ്ഡിതന്മാര് തന്നെ ഇത് മുൻകറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ എന്റെ ന്യൂനതയൊക്കെ വിശദീകരിച്ചു. പിറ്റത്തെ ആഴ്ച അലവി സഖാഫി വന്നിട്ട് മറുപടി, അതിലാർക്കാ തർക്കം, അത് മുൻകർ തന്നെയാണ്, അത് മുൻകറാന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിലെ അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും അസ്മാ റളിയല്ലാഹു അൻഹയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ചത്, അതുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ പറ്റൂല. അതല്ല ഞങ്ങളെ തെളിവ്. പിന്നെ ഇത് ഉദ്ധരിച്ച ഒരു പണ്ഡിതനും ഇത് ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല. ചോദിച്ചു, സംവാദ വ്യവസ്ഥയിൽ ചോദിച്ചു, ഈ പറഞ്ഞ മഹാന്മാരായ ആളുകളോട് ചോദിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം ഉദ്ധരിച്ച പണ്ഡിതന്മാർ അവർ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണോ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ സമീപത്ത് കൊണ്ടുവച്ചിട്ട് സ്വഹാബികൾ എന്താ ചോദിച്ചത്? പഠിച്ചോ? ഇമാം റാജിയുടെ തഫ്സീർ ഞങ്ങൾ വായിച്ചു തരാം. ഫമിൻ കറാമാതിഹി അന്നഹു ലമ്മാ ഹുമിലത് ജനാസതുഹു ഇലാ ബാബി ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് സിദ്ദീഖ് ഞങ്ങളുടെ ജനാസ കൊണ്ടുവന്നിട്ട് സ്വഹാബികൾ വിളിക്കുകയാണ്, വനൂദിയ, വിളിക്കപ്പെടുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സ്വഹാബികൾ പറയുന്നു, ഹദാ അബൂബക്കറും ബിൽ ബാബ്, നബിയേ അബൂബക്കർ തങ്ങളുടെ ജനാസയാണ് അങ്ങയുടെ സമീപത്ത്. വഫാത്തായ നബിയോടാ ഇരിക്കണ്ട, ശരിക്കും നോക്കിക്കോ, പഠിച്ചു വെച്ചോ. എന്നിട്ട് പറയാണ്, ഫൈദൽ ബാബ് ഖദിം ഫതഹ, വാതിൽ തുറന്നു വന്നു. അവിടുന്ന് പറഞ്ഞു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ജാറത്തിന്റെ ഉള്ളിൽ ചോദിക്കട്ടെ, എന്റെ സുഹൃത്തിനെ എന്റെ സുഹൃത്തിലേക്ക് മടക്കും എന്ന് പറയാണ്ട് ഇമാം റാജി ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? ഇവിടെ ശ്രദ്ധിക്ക്. ഇമാം റാജി ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? ഇവിടെ ശ്രദ്ധിക്ക്. പരലോകം പ്രസംഗിക്കാനുള്ളതല്ല മൗലവിമാരെ, ഇത് സുന്നികളാ. നിങ്ങളെ കാളമൂത്ര പ്രസംഗം നടക്കൂല, കിതാബോധി പഠിച്ചവരാണ്. സക്കരിയന്റെ ഉപദേശങ്ങളും നിങ്ങൾ കേൾക്കേണ്ടിയിരുന്നു. കിതാബോധി ജമാഅത്തിനോട് തർക്കിക്കണ പോലെ ഞങ്ങളോട് തർക്കിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇമാമികൾ ശിർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞില്ലേ, ഇമാം റാജി എഴുതി വെച്ചത് ശിർക്കാണോ? അപ്പൊ ഇമാം റാജിക്ക് പ്രാർത്ഥന തിരിഞ്ഞിട്ടില്ലേ? ഇന്ദൂഹ് മനസ്സിലായിട്ടില്ലേ? കുല്ലിന്റെ മാതൂറപ്പ് തിരിഞ്ഞിട്ടില്ലേ? അപ്പൊ അവർക്കറിയാം അപ്പറഞ്ഞ പ്രാർത്ഥന ഏതാണ്, അത് ശിർക്കാണെന്ന് മുസ്ലിം ലോകം പറഞ്ഞ പ്രാർത്ഥന. ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞു, ഉമ്മു കുൽസൂമിന്റെ സംഭവം. മറുപടി പറയണമെന്ന് പറഞ്ഞു, പറയാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലുമൊക്കെ പറയണല്ലോ എന്ന് കരുതിയിട്ട് അവസാനം ഷമീർ മദീനി ഇട്ടിട്ടാണ് വായിച്ചു. എന്ത്? മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, ലാ തസ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ എന്ന് പറഞ്ഞയാളാണ് മുഹീദ്ദീൻ ശൈഖ്. വാസ്തവത്തിൽ സർവ്വ ഇമാമിയങ്ങളും മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിഞ്ഞ മനുഷ്യനാ. അദ്ദേഹം പറയുന്നു, ലാ തസ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളോടും
നീ വിബൽ ഘട്ടങ്ങളിൽ ആവലാതി ബോധിപ്പിക്കല്ലേ. ഫദാലിക ഇശ്റാകും മിൻക ബിഹി, അത് നിന്നിൽ നിന്ന് വരുന്ന ശിർക്കാകുന്നു. അത് സക്കരിയ സ്വലാഹി പറഞ്ഞതല്ല, ലബ്ബദാരിമി പറയുന്നതല്ല, ഉമർ മൗലവി പറഞ്ഞതല്ല, സാക്ഷാൽ മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. ഉടനെണീറ്റ് നൗഷാദിന്റെ ചോദ്യം, ആ അഹദ് എന്ന് പറഞ്ഞതിൽ ജിന്ന് പെടുവോന്ന്. പിന്നെ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി പറഞ്ഞു, ലാ തശ്കുവന്ന ലി അഹദിൻ മിൻ ഖൽഖി, അഹദ് പറഞ്ഞതിൽ ജിന്ന് പെടോ, മലക്ക് പെടോ, മനുഷ്യൻ പെടോ, പറയാൻ നിങ്ങൾ സമൂഹത്തോട് ജിന്ന് പെടുമോ മലക്ക് പെടുമോ? മനസ്സിലാക്കിക്കോ, കളിയാക്കൾ മുന്നേ അർത്ഥങ്ങൾ പഠിപ്പിച്ചു തരാം. കഴിഞ്ഞില്ലേ കഥ? ആ അഹദ് എന്ന് പറഞ്ഞതിൽ ജിന്ന് പെടുവോ? കാരണം ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ലാന്നാണ് നിങ്ങളെ വാദം. അപ്പൊ നിങ്ങൾ പറയുന്നത് പ്രാർത്ഥനയായ സഹായം തേടൽ ശിർക്കാണ്. അത് ഞങ്ങളും പറയണതാ, പ്രാർത്ഥനയായ സഹായം തേടൽ ആരോടും പാടില്ല. അതാണ് ശൈഖ് ജീലാനി പറഞ്ഞത് എന്ന് പറഞ്ഞതോടുകൂടി ഗ്യാസ് പോയി. മുജാഹിദുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? വീണ്ടും പറഞ്ഞു സംഭവം. ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നുൽ മുൻകദിർ, ഞാൻ എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ ചെന്ന് ഇസ്തിആനത്ത് നടത്തും എന്ന് പറഞ്ഞ സംഭവം ഉദ്ധരിച്ചു. നമ്മൾ തള്ളും. കാരണം എന്താ? ഇബ്നുൽ മുൻകദിർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ സനദ് ശരിയല്ല എന്ന് പറയുന്നതോടുകൂടി നമ്മളെ പണി തീർന്നു. ഇവരെ പണി തീരൂല. ഇവർക്കിത് തെളിവാണെങ്കിൽ എന്ത് വേണം? അത് ശിർക്കാണ് എന്ന് കൂടി പണ്ഡിതന്മാർ പറയണം. യാ ഇബാദല്ലാഹ് ഐനൂനി ഉദ്ധരിച്ച ഒരു പണ്ഡിതനും അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണല്ലോ ഇവര് പറയുന്നത്. അപ്പോ ഈ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടും എന്ത് പറഞ്ഞിട്ടില്ല? ഒരാളും ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ഈ